അങ്ങനെ നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടൻ ചായയുടെ കൂടെ ഈ ചൂടുള്ള പരിപ്പുവട കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പരിപ്പുവട ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് ഒട്ടും എണ്ണമയമില്ലാതെ തന്നെ കിട്ടും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പുവടയാണ്. അല്പം വ്യത്യസ്തമായ രീതിയിൽ നല്ലൊരു പരിപ്പുവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 250 ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 1.25 കപ്പ് ഉണ്ടാവും. പരിപ്പ് നമുക്ക് നന്നായി കഴുകി 2-3 മണിക്കൂർ നേരം കുതിരാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ട മറ്റ് ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ 2 വലിയ സവാള, 6 പച്ചമുളക്, 6 വറ്റൽമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി, 3 തണ്ട് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വളരെ ചെറുതായി കുനുകുനെ അരിഞ്ഞെടുക്കാം. എല്ലാം നമ്മൾ വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടാതെ 50 ഗ്രാമോളം മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പിൻ്റെ അളവ് അല്പം കൂടുതലായി തോന്നാമെങ്കിലും ഇങ്ങനെ കൂടുതൽ മല്ലിച്ചപ്പിട്ട് പരിപ്പുവട ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് വളരെ ചെറുതായി അരിഞ്ഞെടുക്കാം. മല്ലിയിലയും നമ്മൾ വളരെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിലെ വെള്ളം പിഴിഞ്ഞു കളയാം. അതിനായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി തിരുമ്മി ഇതിലെ വെള്ളം പിഴിഞ്ഞെടുക്കാം. ഉപ്പ് ചേർത്ത് തിരുമ്മിയാൽ ഉള്ളിയിലെ വെള്ളം നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും. പരിപ്പുവടയിലെ ജലാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളി പിഴിഞ്ഞ് വെള്ളം കളയുന്നത്. നമ്മൾ കൂടുതൽ ഉള്ളി ചേർക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അഥവാ ഇങ്ങനെ ഉള്ളി പിഴിഞ്ഞ് വെള്ളം കളയുന്നില്ലെങ്കിൽ ഇത്രയും ഉള്ളി ചേർക്കരുത്, ഇതിൻ്റെ പകുതി ചേർത്താൽ മതി. പക്ഷേ കൂടുതൽ ഉള്ളി എടുത്ത് ഇതുപോലെ പിഴിഞ്ഞ് കളഞ്ഞ് പരിപ്പുവട ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഉള്ളി നന്നായി ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം. എല്ലാം നമ്മൾ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിരാൻ വെച്ചിരിക്കുന്ന പരിപ്പ് അരച്ചെടുക്കാം. കുതിരാൻ വെച്ചിരുന്ന കടലപ്പരിപ്പ് ഒരു അരിപ്പ പാത്രത്തിലിട്ട് നമ്മൾ നന്നായി വെള്ളം ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. പരിപ്പിൽ ഒട്ടും വെള്ളമില്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണേ. അരയ്ക്കുന്നതിന് മുന്നേ ഇതിൽ നിന്നും ഒരു 4 ടേബിൾ സ്പൂൺ പരിപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. പരിപ്പുവടയിൽ പരിപ്പ് കുറച്ച് മുഴുവനോടെ കിടക്കാൻ വേണ്ടിയാണിത്. ഇനി നമുക്ക് ഈ പരിപ്പ് മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ തുടർച്ചയായിട്ട് അരയ്ക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അധികം പേസ്റ്റായി പോവാതെ വേണം അരച്ചെടുക്കാൻ. പരിപ്പ് നമ്മൾ അധികം പേസ്റ്റ് ആവാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരയ്ക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. പിഴിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഉള്ളി ചേർക്കാം. അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന പച്ചമുളക്, വറ്റൽമുളക്, ഇഞ്ചി, കറിവേപ്പില ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മി മിക്സ് ചെയ്യാം. എല്ലാം നന്നായി ഉടഞ്ഞു ചേരുന്ന രീതിയിലാണ് മിക്സ് ചെയ്യേണ്ടത്. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് അല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കായം ചേർക്കുന്നില്ല. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉള്ളി നമ്മൾ ഉപ്പ് ചേർത്ത് പിഴിഞ്ഞ കാരണം അധികം ഉപ്പിൻ്റെ ആവശ്യം വരില്ല. ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം നമ്മൾ നന്നായി തിരുമ്മി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ അടിഭാഗം കുഴിഞ്ഞ പാത്രത്തിൽ വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുത്താലും എണ്ണ കുറച്ച് മതിയാകും. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് മാവ് ഏകദേശം 30 ഗ്രാം തൂക്കം വരുന്ന ചെറിയ ഉരുളകളാക്കി എടുത്ത് പരത്തിയെടുക്കാം. ആദ്യം ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് അത് പരത്താം. പരത്തുന്ന സമയത്ത് അരികു ഭാഗം ഒന്ന് കനം കുറയ്ക്കാൻ വേണ്ടി നോക്കുക. അരികു ഭാഗം കനം കുറഞ്ഞും നടുഭാഗം പൊന്തിയിരിക്കുന്നതാണ് നല്ലത്.
ഇനി നമുക്കിത് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം താഴ്ന്നു കിടക്കുന്ന പരിപ്പുവട കുറച്ച് വെന്ത് കഴിയുമ്പോൾ പൊന്തി വന്നോളും. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പരിപ്പുവട പൊന്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം. പരിപ്പുവട ഇടയ്ക്കിടയ്ക്ക് മറച്ചിട്ട് കൊടുക്കണം. പരിപ്പുവട നന്നായി ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. ഉടനെ തന്നെ നമുക്ക് തീ വളരെ കുറച്ച് വയ്ക്കാം. അടുത്ത സെറ്റ് പരിപ്പുവട പരത്തിയിടാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അടിച്ചു വിടാനും മറന്നു പോകരുത്. എല്ലാം എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഫ്ലെയിം കുറച്ച് കൂട്ടി വയ്ക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും എണ്ണ അധികം കുറഞ്ഞിട്ടില്ല. പരിപ്പുവട അധികം എണ്ണ കുടിക്കാത്തത് കൊണ്ടാണത്. പരമാവധി വെള്ളം ഒഴിവാക്കി മാവ് കുഴച്ചെടുത്തത് കൊണ്ടാണ് പരിപ്പുവട അധികം എണ്ണ കുടിക്കാത്തത്. അങ്ങനെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 22 പരിപ്പുവടയാണ് ഈ മാവ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടൻ ചായയുടെ കൂടെ ഈ ചൂടുള്ള പരിപ്പുവട കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.